ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സിക്കിമിലെ ഗാങ്ടോക്കിലാണ്. നമ്മൾ ഇന്നലെ കൊൽക്കത്തയിൽ നിന്ന് നേരെ വന്നിട്ട് സിലിഗുരിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പെട്ടെന്നൊരു ബസ് കണ്ടപ്പം നമ്മളെ മൊത്തം പ്ലാനെല്ലാം മാറ്റിയിട്ട് നേരെ ഇങ്ങ് ഗാങ്ടോക്കിലോട്ട് വന്നതാണ്. ഈ സിക്കിമിലാണ് ഗാങ്ടോക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. 12 ഡിഗ്രിയോ 13 ആണ് ഇവിടുത്തെ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് തണുപ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ആടയാഭരണങ്ങളായതെല്ലാം നല്ല തണുപ്പുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും ഇത്ര തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്യില്ല. കാരണം അവർ സ്ഥിരം യൂസ്ഡ് ആയതുകൊണ്ട് അവരിത്രയും വലിയ ഇതൊന്നുമില്ല. പക്ഷേ എനിക്കിതൊന്നും ഇല്ലാതെ പറ്റുന്നില്ല, നല്ല തണുപ്പുണ്ട്. അപ്പം ഇനി 2 ദിവസം നിങ്ങൾ കാണാൻ പോണത് സിക്കിമിലെ കുറച്ച് കാഴ്ചകളായിരിക്കും. ഞാൻ ഒരുപാട് നേരം റൂമിലൊക്കെ റെസ്റ്റ് എടുത്തായിരുന്നു. ഞാനൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു 3 മണിയായിട്ടുള്ളൂ. ഇപ്പം 3 മണിയായപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല, ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നാളെ തൊട്ട് എടുക്കത്തുള്ളായിരുന്നു. അപ്പം ഇന്ന് ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ഗാന്ധി മാർഗ് സ്ട്രീറ്റ് ഉണ്ട്, ആ സ്ട്രീറ്റിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കയറും. ഇവിടെ സൺസെറ്റ് എന്ന് പറയുന്നത് ഒരു 4:45 ഇവിടെ സൺസെറ്റ് എന്ന് പറയുന്നത്. സണ്ണില്ല, സെറ്റ് ആവാൻ കണ്ടില്ലേ, സണ്ണൊന്നും ഇല്ല എങ്കിലും സൺസെറ്റ് എന്ന് പറയുന്നത് 4 ആ സമയത്താണ്. പിന്നീട് ഇരുട്ടി തുടങ്ങും, പിന്നെ തണുപ്പ് നല്ലോണം കൂടി തുടങ്ങും. അതുകൊണ്ട് കുറച്ച് ഉച്ച നേരം നോക്കി ഇറങ്ങിയതാണ്. 3 മണിയായി ഇപ്പം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചുറ്റി കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇതുപോലത്തെ ടാക്സികളാണല്ലോ ഉള്ളത്, കണ്ടോ, ഈ കാറുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഓട്ടോ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നോ ഹോൺ ഏരിയയാണ്. ഇവിടെ ഹോണൊന്നും അടിക്കത്തില്ല, ആരും ഒച്ചപ്പാടും ബഹളമൊന്നും ഒരുപാട് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, എല്ലാം കാറുകളാണ്. ഇതാണ് ഇവിടെ ഉള്ള ഓട്ടോ ടാക്സി എന്ന് പറയുന്നത്. ഇതാണ്. മറ്റേ അല്ലാത്ത ഓട്ടോകളൊന്നും ഇവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ടാക്സി എടുത്തിട്ട് വേണം പോകാൻ. കണ്ടോ, ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ടെമ്പിൾസും മൊണാസ്ട്രീസൊക്കെ ഉള്ളൂ. ബാക്കി ദൂരോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാക്സി എടുത്തിട്ട് വേണം നമ്മളും പോകാനായിട്ട്. ഇത് കണ്ടോ, ഈ കാണുന്നത് പറയുമ്പം ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി അങ്ങനെയൊന്നുമല്ല, ഇത് ടെമ്പിളാണ്. ഇത് ഈ ഗാങ്ടോക്കിലുള്ളൊരു ടെമ്പിളാണ്. അതുകൊണ്ട് അവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ എന്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നീ കാണുന്നില്ല, അതുകൊണ്ട് ഇത് ബാക്കിലോട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം മൊണാസ്ട്രി ആണെന്ന് വിചാരിച്ചത്, പക്ഷേ അല്ല, ഇത് ടെമ്പിളാണ്. ഇവിടുത്തെ ടെമ്പിളും എല്ലാം ഈ ഒരു ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഫുള്ള് ടാക്സി നിറയെ ആ ടൂറിസ്റ്റുകളും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ഇവിടെ ഉള്ളവർക്കുണ്ട്. ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ആഡാഭരണങ്ങളൊന്നുമില്ല, എല്ലാവരും എൻ്റെ കണക്കല്ല. ഞാൻ കണ്ടോ, എനിക്ക് ഇത് തന്നെ ഇട്ടിട്ട് തണുത്തെന്ന് പറഞ്ഞിട്ട് ഇത് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ഇടാൻ വേണ്ടി. 2 ഉടുപ്പൊക്കെ അകത്തിട്ടേക്കണം. കാരണം എനിക്ക് നല്ല രീതിക്ക് തണുക്കുന്നുണ്ട്. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയി വന്നല്ലേ, അതിൻ്റെ ഒരു ഇതുണ്ട്. കണ്ടോ, നമ്മൾ താഴോട്ട് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണുമായിരുന്നു. ഒരുപാട് ടാക്സികളൊക്കെ പോകുന്നുണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റിനെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കണ്ടില്ല, അതാണ് ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ റൂം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിരുന്നു. അതുകൊണ്ട് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഞാനങ്ങനെ നടന്ന് തിരിച്ച് ഗാന്ധി മാർഗ് റോഡിലെത്തി, ഗാന്ധി മാർഗ് സ്ട്രീറ്റിലെത്തി. ഇവിടെ വണ്ടി അലൗഡല്ല. കണ്ടോ, ഇവിടെ വരെ നമുക്ക് അതുവഴി കയറി പിന്നെ മേലോട്ടാണ് വണ്ടി പോകുന്നത്. ഇങ്ങോട്ടൊന്നും വണ്ടി അലൗഡല്ല. ഇവിടെ ആൾക്കാർക്ക് ഇതേപോലെ വൈകുന്നേരം വന്ന് ഇരിക്കാനും പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. സൈഡിലൊന്നും കുറേ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. സമയം 3:30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഓപ്പൺ ആക്കുമായിരിക്കും. ഇവിടെ എല്ലാം സ്ട്രീറ്റ്സ് 9 മണി വരെ കാണത്തുള്ളൂ. 9 മണി കഴിഞ്ഞാൽ ഫുള്ള് ക്ലോസ് ആക്കും. അതുപോലെ തന്നെ ഹോട്ടൽസ് എല്ലാം 10 മണിയാകുമ്പം ഗേറ്റൊക്കെ അടയ്ക്കുമെന്നാണ് പറയുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്തിട്ട് കയറാം. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, മൊത്തം ഇരിക്കാനൊക്കെ ഉള്ള ഒരുപാട് സീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഈ സൈഡൊന്നും കണ്ടില്ലേ, ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇന്ന് ഓപ്പൺ ആക്കാത്തതാണോ അതോ ഇന്ന് അവധിയുള്ള ദിവസം വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കണ്ടോ, ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നത് ഐ ലവ് ഗാങ്ടോക്ക്. ഇവിടെ കുറച്ച് ആളും പേരൊക്കെ ഉണ്ട്, കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഈ റോഡിന് തൊട്ട് താഴെ തന്നെ കണ്ടോ, ഇവിടെ കുറച്ചുകൂടെ സ്ട്രീറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കണ്ടോ, ഫുള്ള് റോഡ് സൈഡിൽ ഫുട്പാത്ത് ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. കൂടുതൽ ഇതുപോലെ ജാക്കറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളാണ്. താഴോട്ട് ഫുള്ള് അത് തന്നെ കച്ചവടം. മേളിലൊന്നും അങ്ങനത്തെ റോഡ് സൈഡ് കച്ചവടങ്ങളൊന്നുമില്ല, എല്ലാം ഷോപ്പുകളാണ് ഇവിടെ മൊത്തം. കണ്ടില്ലേ, ഇത് ഒരുപാട് ദൂരമുണ്ട്. നമുക്കിങ്ങനെ നടന്ന് പോകും. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് നമുക്ക് കാറൊക്കെ കൊണ്ടുവരാം. കണ്ടോ, ഈ ഒരു സൈഡ് കാറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ സൈഡിൽ കാറ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. അങ്ങനെ മൊമോസ് വാങ്ങി. നമ്മളെല്ലായിടത്തും പോകാൻ നേരത്ത് തണുപ്പുള്ള സ്ഥലത്തെല്ലാം മൊമോസ് വാങ്ങാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊമോസ് കഴിക്കാനായിട്ട്. നമുക്ക് ഇതേപോലെ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് മൊമോസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു തണുപ്പിൽ ഇത്രയും ചൂട് മൊമോസ് അടിപൊളിയില്ല. സ്ട്രീറ്റിലെ തിരക്ക് കാണിച്ചു തരാം. കണ്ടോ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് തിരക്കൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാനിവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ, ഇത്രയും സാധനങ്ങളുണ്ട്. എനിക്കിപ്പോൾ മൊമോസ് ഇന്നുള്ളൊരു ആഗ്രഹത്തിൽ മൊമോസ് വാങ്ങി. സ്റ്റീംഡ് മൊമോസാണ്. കണ്ടോ, ഇത് അടിപൊളിയായിരിക്കും. ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, മൊമോസ് അടിപൊളിയായിരിക്കും. ആ ഒരു തണുപ്പത്ത് ഇത് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടിയ പോലെ. നമ്മൾ വീണ്ടും മൊമോസൊക്കെ കഴിച്ച് സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് അടിപൊളിയായി വരുന്നുണ്ട്. തിരക്കൊക്കെ കൂടി തുടങ്ങി.
മിക്കവാറും ഇനിയിപ്പോൾ നല്ല തിരക്കൊക്കെ ആകും. ഷോപ്പുകളൊക്കെ തുറന്നു തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ വന്ന വഴിക്കുന്ന ഷോപ്പുകളുണ്ട്, പക്ഷേ ഇവിടെ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരെല്ലാം ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇതെല്ലാം ടൂറിസ്റ്റുകളായിരിക്കും, എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് പോവുക. ഇവിടെ അത്യാവശ്യം വലിയ പ്രൈസിംഗ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ജാക്കറ്റ്സ് അങ്ങനത്തെ ഇത് വിൻ്റർ സീസൺ ആയത് കാരണം എല്ലാം ഒരു 3000+ ആണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. മിക്ക ഷോപ്പുകളിൽ ഞാൻ ചോദിച്ചപ്പോൾ അത്രയും വരുന്നുണ്ട്. അല്ല ഇവിടെയൊക്കെ ഫുഡിൻ്റെ സ്ട്രീറ്റുകൾ, പിന്നെ കുറേ പബ്ബുകളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്കൊക്കെ ആയിട്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ നാരോ ആയിട്ടുള്ള റോഡ് കയറി പോകുമ്പോഴത്തേക്ക് പബ്ബുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ കുറേ ടിബറ്റൻ സ്റ്റൈൽ ഫുഡ് അല്ലെങ്കിൽ ചൈനീസ് സ്റ്റൈൽ ഫുഡ്, പിന്നെ അതുപോലെ തന്നെ പുറത്തെ കുറേ സ്റ്റൈൽ ഫുഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട്. ഇവരെല്ലാം റൂഫ് ടോപ്പ് ഇത് ചെയ്യുന്നവരാണ്, റൂഫ് ടോപ്പ് ബാറും പിന്നെ അതുപോലെ തന്നെ പബ്ബ്, ഹോട്ടൽ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, വണ്ടികളൊക്കെ തിരക്കായി തുടങ്ങി. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അടിപൊളിയായി. തിരക്കൊക്കെ കണ്ടോ, ഒരുപാട് തിരക്കൊക്കെ കൂടി. സൈഡിലെല്ലാം ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയാണ്. ഓരോ കടകളുടെയും ലൈറ്റിങ്ങാണ്, പക്ഷേ നല്ല രസമായിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നതാണ് ഭയങ്കര ഭംഗി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത്. കൊള്ളാം, അടിപൊളി. അല്ലെങ്കിൽ കാണാനൊക്കെ ഒരു പുറത്തൊരു വൈബൊക്കെ ഇല്ലേ, പുറത്ത് ഏതോ രാജ്യത്ത് പോയൊരു വൈബ്. കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. ആൾക്കാരെല്ലാം ഫ്രീ ആയിട്ട് സൈഡിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. താഴോട്ടൊക്കെ ഒരുപാട് റോഡുകളുണ്ട്. കണ്ടോ, കൊച്ചു റോഡൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ താഴോട്ട് വേറെ സ്ട്രീറ്റിലോട്ടൊക്കെ എത്തും. ഉണ്ട് അവിടെയൊക്കെ വേറെ സ്ട്രീറ്റൊക്കെ ഉണ്ട്. അത് നമുക്ക് അതുവഴി കറങ്ങി വരാം. ഇതല്ല മേളിൽ ഇവിടെ സൈഡിൽ കച്ചവടങ്ങളൊന്നും കാണത്തില്ല, ഈ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ സൈഡിലുള്ള കച്ചവടങ്ങളൊന്നും ഇല്ല. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുക. നമ്മളിവിടെ താഴത്തെ സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ കാണാൻ വേണ്ടിയുണ്ടോ. ജാക്കറ്റ്സിനൊക്കെ ഇവിടെ റേറ്റ് കുറവാണ് കേട്ടോ, 500, 400 ഈ റേറ്റിലൊക്കെ ഉള്ളൂ. കണ്ടോ സൈഡിലെല്ലാം ഇത് ജാക്കറ്റിൻ്റെ ഒക്കെ മെയിൻ ഷോപ്പുകളെല്ലാം ഇവിടെ ഉള്ളു. എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ കാണത്തുള്ളൂ റേറ്റ് കുറവൊക്കെ. പക്ഷേ എല്ലാം ഫിക്സഡ് റേറ്റാണ് കണ്ടോ, ഇതെല്ലാം ഫിക്സഡ് റേറ്റാണ്. 500, 400 ആ റേറ്റേ ഉള്ളൂ. അത്യാവശ്യം നല്ല സാധനങ്ങളാണ്. ഞാനും ഒരു ജാക്കറ്റ് വാങ്ങിച്ചു, കാരണം ഈ ഹുഡി വെച്ചിട്ട് നമുക്കിവിടെ പറ്റത്തില്ല, കുറച്ച് തണുപ്പുണ്ട് ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു ജാക്കറ്റ് വാങ്ങി. കണ്ടോ, ഇതെല്ലാം റേറ്റെല്ലാം എല്ലാ ഷോപ്പിലും ഏകദേശം ഒരുപോലൊക്കെ തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആൾക്കാരൊക്കെ ഇവിടെ നല്ല തിരക്കിടുന്നുണ്ട്. എല്ലാവരും ഈ ക്ലോത്ത്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുക. കാരണം ചിലപ്പോൾ എല്ലാവരും കൊണ്ടുവരുന്ന ക്ലോത്ത്സ് ഒന്നും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊൽക്കത്തയിൽ നിന്ന സമയത്ത് 2 ദിവസം മുന്നേ ഞാൻ അവിടുത്തെ ഷോപ്പുകൾ നോക്കിയായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടുത്തെയൊക്കെ റേറ്റും കൂടുതലാണ്, പിന്നെ നമുക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങുമ്പോഴത്തേക്ക് അതെന്തായാലും ബെറ്റർ ആയിരിക്കും. കണ്ടോ, ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല തിരക്ക്. ഇത് മേളിൽ നിന്നുള്ള ആ റോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ്. ഉണ്ടോ, അടിപൊളിയല്ലേ. ഉണ്ടോ, നല്ല തിരക്കുണ്ട്. ഞാനിപ്പോൾ കുറേ നേരം ഏകദേശം എനിക്കൊന്ന് 2 മണിക്കൂർ അടുപ്പിച്ച് 2-2.5 മണിക്കൂർ അടുപ്പിച്ചാണ് ഞാൻ പുറത്ത് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് ക്ലൈമറ്റ് ഒരു ഇത് ഓക്കെ. ഇപ്പോൾ കണ്ടോ, കൈയൊന്നും വലുതായിട്ട് ഷിവർ ചെയ്യുന്നൊന്നുമില്ല, തണുക്കുന്നൊന്നുമില്ല, മുഖമൊന്നും വലുതായിട്ട് ഷിവർ ചെയ്യും. ഇപ്പോൾ മാസ്കിൻ്റെ ആവശ്യം വരുന്നില്ല വലുതായിട്ട്. നേരത്തെ ആദ്യം ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര തണുപ്പ് കൊണ്ടിട്ട് ഒരുമാതിരിയായിരുന്നു. പക്ഷേ ഇപ്പം നോർമലാണ്, ഇപ്പോൾ ഓക്കെ ആയി. സംഭവം എന്തായാലും കൊള്ളാം. ഈ കയറ്റം എല്ലാം കയറി ഇറങ്ങി എനിക്കൊന്നേ ബോഡി മൊത്തം ഇതായതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തണുപ്പറിയാത്തതെന്ന് തോന്നുന്നു. കൊള്ളാം. പക്ഷേ കണ്ടോ, ഇവിടുത്തെ മാർക്കറ്റ് കണ്ടില്ലേ, ഫുള്ള് തിരക്കാണ് ഇവിടെ മൊത്തം. ഇവിടെയൊന്നും ഇപ്പോഴും കടകളൊന്നും തുറന്നിട്ടില്ല. ഉണ്ടോ, നമ്മൾ നേരത്തെ നടന്നു വന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് നടന്നു പോയത്. തിരിച്ചു വരാൻ നേരത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ ഷോപ്പുകളൊക്കെ തുറക്കുന്നു, പക്ഷേ ഇവിടെ ഒന്നും തുറന്നിട്ടില്ല. അതെന്താണെന്ന് അറിയത്തില്ല, ഇനി പണി നടക്കുന്നതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒന്നും ഷോപ്പുകൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് താഴോട്ടുള്ള വളവിലാണ് നമ്മൾ നേരത്തെ നിന്നത്. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഒരുപാട് ഷോപ്പുകളും ഉണ്ട് അവിടെ, ആൾക്കാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എല്ലാ ആൾക്കാരും നടന്ന് അങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഷോപ്പുകളൊന്നും ഇല്ല, ഒരു ഷോപ്പുകളും ഇല്ല, എല്ലാം ക്ലോസ്ഡാണ്. എല്ലാം ക്ലോസ്ഡ് ആയത് ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, അപ്പോൾ അതൊക്കെയാണ് MG മാർഗ് മാർക്കറ്റിലെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 6:30 ഫുൾ ഇരുട്ടി, തണുപ്പും കൂടി തുടങ്ങി. അപ്പോൾ ഇന്ന് നമുക്കിനി വേറെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ബാക്കി എല്ലാവരും ഒക്കെ ഇപ്പോൾ അടച്ചൊക്കെ തുടങ്ങും. അപ്പോൾ ഇനി സ്ട്രീറ്റ് തന്നെ നമ്മൾ കണ്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായിട്ട് നടക്കുന്നത്. ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം സിക്കിമിലെ ബാക്കി കാഴ്ചകളും പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് കാണുന്നവരേക്കും ബൈ.